അതുപോലെ തന്നെ ഭയങ്കര വിവാദം ഉണ്ടായിരുന്നു, കുട്ടികളുടെ സിനിമകൾക്കൊന്നും അവാർഡില്ല, കുട്ടികളുടെ ഇല്ല, സ്ത്രീകളുടെ ഇല്ല പറയണ്ടായി. അപ്പൊ അതിനെപ്പറ്റി എന്താ തോന്നുന്നത്? അത് മനഃപൂർവ്വം കൊടുക്കാത്തതാണോ? ശരിയാണ്, നിങ്ങൾ പറഞ്ഞ ആർജിക്കുന്നവർക്ക് ആ കിട്ടിയ ഇങ്ങനെ ഒരു ബയസിങ് നടന്നിട്ടുണ്ട്. ഇപ്പൊ വേദന കൊടുത്തതും സിനിമ ഇന്ത്യയിൽ വരെ ചർച്ച ചെയ്താണ്, അതിന്റെ ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ആണെങ്കിൽ പോലും. അതേ കണ്ടിട്ടുണ്ട്. നല്ല പടമാണ്. അജു വർഗീസിൽ അഭിനയിച്ച അത് നല്ല പടമാണ്. അപ്പൊ അതിന് ഒരു പരാമർശം പോലും വരാതിരുന്നതിന് എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടാവാം, കാരണം വേടന് കൊടുത്തില്ല എനിക്ക് സംശയമാണ്. വേടന ഒരു കമ്മ്യൂണിസ്റ്റ് തന്നെ കൊണ്ടാണ് മെയിൻലി കൊടുക്കാൻ കാരണം. അതിന് ഒരുപാട് കോൺട്രവേഴ്സി വരുന്നുണ്ട്. അല്ല, ഇതേപോലെ ദിലീപിന് അവാർഡ് കഴിഞ്ഞാണ്, നമ്മുടെ ഹോം സിനിമയ്ക്ക് അവാർഡ് കഴിഞ്ഞാണ്, കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇത് വേടൻ ഇപ്പൊ ഇപ്പോഴും നിലവില് വേടന് കൊടുക്കുന്നത് പ്യൂർലി പൊളിറ്റിക്കലാണ്. വേടന് കൊടുക്കാണ്ട് പ്യൂർലി പൊളിറ്റിക്കലാണ്. അത് ശാന്തിയിൽ പറഞ്ഞ കേട്ടാണ്, പ്യൂർലി പൊളിറ്റിക്കലാണ്. പക്ഷെ മറ്റേ അവാർഡ് നോക്കിയപ്പോൾ ലിജോ മോളിന് കിട്ടി, ടോവിനോന് കിട്ടി. അതിൽ മമ്മൂട്ടി പ്രമേയത്തിന് അവാർഡ് ശരിക്കും അർഹിക്കുന്നുണ്ട്. പക്ഷെ മമ്മൂട്ടിയെക്കാട്ടും ഒരു ഇൻസ്പിറേഷൻ ഇതിൽ ഇയാൾക്ക് കൊടുക്കാൻ. അതേപോലെ മഞ്ഞുൽ ബോയ്സിനെക്കാട്ടും നല്ല ഫിലിം എനിക്ക് തോന്നുന്നു കിഷ്കിന്ത കാണ്ടാണ്. കിഷ്കിന്ത കാണ്ട അതിന് ആസിഫലി നല്ല ആസിഫലിക്ക് വേണമെങ്കിൽ കൊടുക്കാൻ. കാരണം പുള്ളി വളർന്നു വരുന്ന ആളാണ്, ഇതൊരു അവാർഡ് കിട്ടിയിട്ടില്ല. പിന്നെ ഇതേപോലെ സ്ത്രീ ബെസ്റ്റ് അവാർഡ് വേറെ ഒരു ആക്ട്രസ് പറഞ്ഞു, ഒരു ഡയറക്ടർ പറഞ്ഞു സ്ത്രീ ബെസ്റ്റ് സിനിമയില്ല, പിള്ളേരുടെ സിനിമയ്ക്ക് കൊടുത്തില്ല. അങ്ങനെ ഒരു അവാർഡും ഇറങ്ങുമ്പോൾ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് പോവില്ല. അതില് മാളയപ്പുറത്തിലെ ദേവനന്ദ എന്ന് പറയുന്ന കൊച്ചൊരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കൊടുത്തില്ല, കുട്ടികൾക്ക് അവാർഡ് കൊടുത്തില്ല എന്ന് പറയുന്നത്. അത് കൊടുത്തില്ല, അത് പൊളിറ്റിക്കൽ ആയതുകൊണ്ടാണ്. പ്യൂർലി പൊളിറ്റിക്കൽ. അവർ BJP മാളയപ്പുറം വന്ന ഇപ്പോൾ ഉണ്ണിമൂന്തൻ BJP-ക്കാരാണ്. ഉണ്ണിമൂന്തൻ്റെ സിനിമയിൽ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പടം ഇറങ്ങി ഫ്ലോപ്പാകും. ഇവരെന്താണ് ഇതേ സിനിമ ഒരു കലയും ബിസിനസ്സുമാണ്. അവിടെ എന്താണ് രാഷ്ട്രീയം മതം നോക്കുന്നത്. അതുകൊണ്ടാണ് മോഹൻലാൽ ബുദ്ധിപൂർവ്വം ഒരു കക്ഷി രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ ചായ്വുണ്ടെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയം ഇല്ല പറയുന്നത് ഇങ്ങനെ പെടായിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ പറഞ്ഞ് പെട്ട ആളാണ് മമ്മൂട്ടി. പുള്ളി കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് പുള്ളിക്ക് നാഷണൽ ഒന്നും കിട്ടില്ല, സെൻട്രൽ അവാർഡ് ഒന്നും കിട്ടില്ല. ഇതേപോലെ പിഷാരിക്കും പ്രോബ്ലം വന്നു. പിഷാരി കോൺഗ്രസ് ആണ് പറഞ്ഞപ്പോൾ ഒരിക്കലും. അതുകൊണ്ട് മോഹൻലാൽ ബുദ്ധിപൂർവ്വം ഒരു കക്ഷി രാഷ്ട്രീയം ഇല്ലെന്ന് പറയുന്നത്. പക്ഷെ എല്ലാവർക്കും അറിയാം പുള്ളി RSS ചായ്വുണ്ട്. അതാണ് രാഷ്ട്രീയ ഇത് പറയാനുള്ളത്. പ്യൂർലി നാഷണൽ അവാർഡിൽ പ്യൂർലി പൊളിറ്റിക്കലായി മാറുക. കാരണം ഇപ്പോൾ ഇതാണ് ഷാറുഖ് ഖാൻ അവാർഡ്. ഷാറുഖ് ഖാൻ ജവാനിൽ എന്ത് അഭിനയം പറയുന്നത്. എന്നാൽ പണ്ട് ഷാറുഖ് ഖാൻ അർഹിച്ചിട്ടുണ്ട് സ്വദേശ് എന്ന. അന്ന് ഷാറുഖ് ഖാൻ സ്വദേശം കൊടുക്കാതെ സൈഫ് അലിഖാൻ കൊടുത്തു. കാരണം സൈഫ് അലിഖാൻ്റെ അമ്മ ജൂറിയിലുണ്ടായി. ഇതാ പറഞ്ഞത്, അവാർഡ് വേണം ഒന്നെങ്കിൽ പൊളിറ്റിക്കൽ, ഇല്ലെങ്കിൽ ജൂറിയിൽ നമുക്ക് വേണ്ടി പറയാൻ ആരെങ്കിലും വേണം.